ജംഗിൾ ബുക്ക് എന്ന വിഖ്യാത നോവലിൽ മൗഗ്ലിയെ വളർത്താൻ റുഡ്യാൾഡ് തെരഞ്ഞെടുത്തത് ചെന്നായകളെയാണല്ലോ. പക്ഷേ പ്രായോഗികതയിൽ ഒരു കാരണവശാലും ചെന്നായകൾ മനുഷ്യനുമായി ഇണങ്ങില്ല എന്ന് മാത്രമല്ല, മനുഷ്യനെ ആക്രമിക്കാനും അവ വരികയില്ല. നഗരപ്രദേശങ്ങൾക്ക് ചുറ്റും ഇവ വസിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ഒഴിഞ്ഞു പോകുക എന്നതാണ് അവരുടെ രീതി. ഇനി അഥവാ അവരുടെ ടെറിട്ടറിയിൽ നമ്മൾ കടക്കുകയാണെങ്കിൽ മുരളുകയും ചീറുകയും ഒക്കെ ചെയ്യും. അവസാനം നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു വളഞ്ഞ രീതിയിൽ ആക്രമിക്കുന്നതായി നടിക്കുകയാണ് അവർ ചെയ്യുക. ഡെഡ്ലിയസ്റ്റ് ആനിമൽ എന്ന പരമ്പരയിലൂടെ പ്രശസ്തനായ പ്രകൃതി ശാസ്ത്രജ്ഞനായ സ്റ്റീവ് ബാക്ക്ഷാലാണ് ഇത് പറയുന്നത്. നോർവേയിലെ ഒരു ഗവേഷണ സ്ഥാപനത്തിനു വേണ്ടി അദ്ദേഹം ചെന്നായകൾക്കിടയിൽ ഒരു വലിയ പഠനം തന്നെ നടത്തി. കർശനമായ ഒരു നിയമത്തിന്റെ ചങ്ങലയിലാണ് ഓരോ പാക്കും അഥവാ ചെന്നായ കൂട്ടവും എന്ന് അദ്ദേഹം പറയുന്നു. വികലാംഗരോ വയസ്സായവരോ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം മറ്റു ചെന്നായകൾ അവരെ നോക്കും. മാത്രമല്ല, ചെന്നായകൾക്കിടയിൽ ആൽഫ, ബീറ്റ എന്നിവ മാത്രമല്ല ഒമേഗ എന്നൊരു തരം കൂടെയുണ്ട്. പാക്കുകളെ നയിക്കുന്ന ആൽഫയ്ക്കോ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന ബീറ്റകൾക്കോ ഉറങ്ങണമെങ്കിൽ കൂട്ടത്തിലുള്ള കുട്ടികളെ നോക്കുന്നത് ഈ ഒമേഗ അംഗങ്ങളാണ്. മാത്രമല്ല, മറ്റു ചുമതലകളും ആ സമയത്ത് അവർ വഹിക്കും. ആരും പഠിപ്പിക്കാതെ, ആരും നിർബന്ധിക്കാതെ സ്വയം ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ ഒമേഗ അംഗങ്ങൾ ആയകളെ പോലെയോ പോലീസിനെ പോലെയോ ഗൈഡുകളെ പോലെയോ ഒക്കെ ചില നേരങ്ങളിൽ പ്രവർത്തിക്കുന്നതായി ബാക്ക്ഷാൽ കണ്ടെത്തി.